ഈ കാ എന്ന് പറയുന്നത് മലയാളത്തിൽ ആദ്യം കക്ക കണ്ടെന്ന ചച്ച ചെഞ്ചഞ്ഞ കക്ക കണ്ടെന്ന കക്ക കണ്ടെന്ന പപ്പ പമ്മ. ഇത് ഓർക്കാനുള്ള ഒരു എളുപ്പമുണ്ട്. കച്ചണ്ടത്തപ്പ എന്ന് പറയും. കപ്പ അതാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കാലം തുടങ്ങുന്നത്. കള്ളം പറയരുത്, കക്കരുത്. പിന്നെന്താ അതിൻ്റെ കൂടെ ഒരുപാട് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് വിടാം. സത്യമൊക്കെ നമുക്ക് ഇടാം. അധ്യാപികയുടെ മകനാണ് ശരി. അതുകൊണ്ടാണ് ഈ ഭാഷയോടും മലയാള അക്ഷരങ്ങളോടും. മമ്മി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. കാരണം ഈ ഇംഗ്ലീഷിൻ്റെ സ്വാധീനം നമുക്ക് വരുന്നത് ബ്രിട്ടീഷുകാർ വരുന്ന വഴിയാണല്ലോ. നമ്മളവരുടെ അടിമകളായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ പഠിത്തം ഏറ്റവും അടുത്ത റിപ്പബ്ലിക് ദിനം കഴിയും. എന്നിട്ടും റിപ്പബ്ലിക് ദിനം എന്നാണ് പറയുന്നത് അല്ലേ? അതൊരു ഇംഗ്ലീഷ് വേർഡല്ലേ? ഭാഷയുടെ അടിമകളൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. മറ്റടിമകളൊന്നും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ഭാഷ വിശാലാവുന്ന നമ്മൾ മറ്റു ഭാഷയുടെ വാക്കുകൾ കൂടി കൊണ്ട് വേറെ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് പോപ്പുലറാണ്. ഞാൻ ചൈനയിൽ പോയോ ഹോങ്കോങ്ങിൽ പോയപ്പോ അവിടെ ഒരു സ്റ്റാഫല്ല, അവരുടെ റിസപ്ഷനിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ അവർ ഐഡിയ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് അറിയാതെ ഇംഗ്ലീഷ് സച്ചിൻ ടെണ്ടുൽക്കർ ഇംഗ്ലീഷിൽ ഇന്ത്യയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഫോൺ ചെയ്യാനാണ് വീട്ടിലേക്ക്. ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവാതെന്ന് അറിയില്ല. പക്ഷെ ഇംഗ്ലീഷ് അത്ര പോപ്പുലർ അല്ല അവിടെ, പ്രാധാന്യമുള്ള കാര്യം. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. ഞാൻ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം അറിയുന്നു. അങ്ങനെ 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. 9ാം ക്ലാസ്സിൽ ഫൈനൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു, ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ. അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഇതുവരെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഫുൾ പാസ് ആയിരുന്നു. ഇനി ഫുൾ 100% കിട്ടുന്ന സ്കൂളാണ്. അങ്ങനെ എന്നെ നാട്ടിൽ കൊണ്ടുപോകും. തൃശ്ശൂരെ പഠിച്ചത്. എന്ത് ചെയ്യാൻ? അപ്പോൾ പിന്നെ പറഞ്ഞു ഒന്നുകൂടി 9ൽ പഠിക്കാൻ മലയാളം മീഡിയത്തിൽ. മലയാളം മീഡിയത്തിൽ ചെന്ന് പഠിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് 9ാം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലേക്ക് എടുക്കാൻ പറ്റില്ല, കുട്ടിക്ക് മലയാളം അറിയണമല്ലോ. പിന്നെ മലയാളത്തിൽ നമുക്കറിയാമല്ലോ, മലയാളികളല്ലേ. അതല്ല, ഇതുവരെ ഈ സയൻസിൽ പഠിച്ചതും കണക്കിൽ പഠിച്ചതും ടേംസൊക്കെ മലയാളത്തിലേക്ക് ആവല്ലേ, അതിലും ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു വർഷം കൂടി ഞാൻ 9ൽ പഠിക്കേണ്ട തോന്നുന്നു, മലയാളത്തിൽ പഠിക്കാം. അപ്പോഴാണ് മനസ്സിലായി എനിക്ക് മലയാളം അറിയില്ല. ഫുൾ അക്ഷരത്തിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ശരിക്കും സംവിധായകൻ കമലിന്റെ അയൽവാസിയാണല്ലോ അല്ലേ? അങ്ങനെ കമലിനൊപ്പം എങ്ങനെയാ സിനിമയിലേക്ക് വരാൻ തോന്നിയത്? സിനിമയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞാൻ 83 ജനിച്ച ഒരു പയ്യനാണ്. 83. അതിപ്പോ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. 83 എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയോ അല്ലേ? 83 ജനിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തില് ഇപ്പൊ ഒരു സാധാരണക്കാരൻ, അന്ന് ഏത് കാരണമാണ് ആകെ കൂടി ഒരു വിനോദം എന്ന് പറയുന്നത് സിനിമയാണ്, സിനിമാ കൊട്ടൊക്കെ. അന്ന് ചാനലുകളൊക്കെ ഒരു ചാനലല്ലോ നമ്മൾ കാണുന്നുള്ളൂ, ദൂരദർശൻ. അത് തന്നെ ഞാൻ കാണുന്നത് പിന്നെ ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. ടി വി ഇല്ല, റേഡിയോ കാണണ്ട, കേട്ടാൽ മതി. അപ്പോൾ അന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം ലോകത്തെ സിനിമയാണ്. ഇത്രയും വലിയൊരു കൂടാരം, അവിടെ കയറിയിരുന്ന എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് കാണുന്നു. അഭിനയമെന്നല്ല, നമ്മൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നതാണെന്നാണ്. ഇന്റർവെൽ സമയത്ത് പലപ്പോഴും ഞാൻ ഓടി പോകാറുണ്ട് ഈ ആക്ടേഴ്സിനെ കാണാൻ. ലാലേട്ടനെ കാണാനാണ് മെയിനായിട്ട് പോവുക. കാരണം അന്ന് ലാലേട്ടനും മമ്മൂക്കൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ അവരുടെ പടങ്ങളാണ് കൂടുതൽ പോവുക. അപ്പോൾ മുന്നിൽ കണ്ടിട്ടുള്ള ആ നടക്കുന്ന സംഭവങ്ങൾ, എല്ലാവരും കൈയടിക്കുന്ന സംഭവങ്ങൾ, എല്ലാവരും വിശ്വസിക്കുന്ന സംഭവങ്ങൾ, അതാവാനുള്ള ഒരു ആഗ്രഹം. അതായത് സാഗർ ഇല്ലാസ്റ്റാക്കി 20ാം നൂറ്റാണ്ടിൽ കാണുമ്പോൾ സാഗർ ഇല്ലാസ്റ്റാക്കി കള്ളക്കടത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ചെയ്യാൻ. പക്ഷേ ചില കുട്ടികൾക്ക് ചില സംശയം ഉണ്ടായിരിക്കാം, സാഗർ ഇല്ലാസ്റ്റാക്കി ആവുന്നതാണല്ലോ നല്ലത്, കയ്യടി അവർക്കാണ് കിട്ടുന്നത്.
അല്ലേ? ഇപ്പോഴും അതെ. സാഗറിലെ ചാർജിനെ പോലീസിന് ഇടിക്കുമ്പോൾ ആർക്കാണ് പേടി? ജാക്കിക്ക. അപ്പോൾ ചില കുട്ടികൾക്ക് തെറ്റിദ്ധാരണ വരാം, ജാക്കിയല്ലേ നല്ലത് അല്ലേ? പക്ഷെ നമുക്ക് അങ്ങനത്തെ ധാരണയല്ലേ ഉണ്ടായിരുന്നു. നമുക്ക് അതുപോലെ ചെയ്യണം, അതായത് ഇതേ സ്പീഡിൽ ഇതേപോലെ പെർഫോം ചെയ്യണമെന്നുള്ള ധാരണയിലേക്ക് എത്താൻ പറ്റും. ആ ഭാഗ്യം കൊണ്ട് കമൽ സാറിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ ഭാഗ്യം കൊണ്ട്. സാറിന്റെ ഭയം കൊണ്ടില്ല, ഉറപ്പാണ്. ഉറപ്പാണ്. കാരണം നമുക്കൊരു നല്ല നടനെ കിട്ടിയത്. നല്ല നടന്മാർ പോലെയുണ്ട്, പക്ഷെ എനിക്ക് സിനിമയിൽ വരാൻ പറ്റും. നല്ല നടൻ നോക്കിയിട്ടല്ല ഇവിടെ സിനിമ എപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത്, മാർക്കറ്റ് നോക്കിയിട്ടാണ്. നല്ലത് ക്രൈറ്റീരിയ ഇല്ല, നല്ലത് ചീത്ത ഇല്ല. ഇപ്പോൾ ആൺ പെൺ ക്രൈറ്റീരിയ ഇല്ല. കാരണം ഈ വേദനയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് വേദന കുറവുള്ളൂ. ഇപ്പോഴും ഞാൻ ചില സ്ത്രീ അല്ലെങ്കിൽ ആക്ടേഴ്സുകൾ വാങ്ങുന്ന ശമ്പളം പോലും ഞാൻ വാങ്ങുന്നില്ല. അവരേക്കാൾ വളരെ പ്രായം കൂടിയ അവരപ്പൻ്റെ പ്രായമുള്ള ആളുകളുടെ പാത്രം കഴുകുന്ന ലൊക്കേഷനിൽ അവർക്ക് 2000 രൂപ പോലും ആയിട്ടില്ല. അപ്പോൾ മൺപെണ്ണ് വ്യത്യാസത്തിലല്ല, മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും അല്ലേ? ഇപ്പോൾ ഈ മാതൃഭൂമി, മനോരമ ഇതൊക്കെ പത്രങ്ങൾ, ഇതിൽ ആരാണ് ഏറ്റവും മുന്നിൽ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണോ? ചോദിക്കുന്നുണ്ട്, മാതൃഭൂമിയാണ് മനോരമയാണ്. ഞാൻ ചോദ്യം ചോദിക്കും, ഉത്തരം പറയാം. ഉത്തരം ഷൈൻ പറയണം. ഒരു മാധ്യമങ്ങൾക്കും അവരുടേതായ അഭിപ്രായങ്ങളും സ്ഥാപനങ്ങളും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞതാണെന്നുണ്ടല്ലേ കൊടുക്കുക. മാതൃഭൂമി പറഞ്ഞിട്ടാണ് എന്നുള്ളത് പോലെ കൊടുക്കില്ലല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം റിപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷെ അറിയിക്കുകയാണ്, തീരുമാനിപ്പിക്കാൻ അല്ല, നിങ്ങളുടെ തീരുമാനങ്ങളാണ്. അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും സമൂഹത്തിന് മുന്നോട്ട് കാണരുത്. നമ്മളിപ്പോൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാം, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ മാതൃഭൂമിയുടെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടല്ലോ, അത് മനോരമ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത്രയും വലിയ താരങ്ങൾ, ഇത്രയും വലിയ ആളുകൾ, ഇത്രയും വലിയ ആഘോഷം, 12-14 ആളുകൾ, ഇത്ര വേദികൾ കനകക്കുന്ന് അത് തലസ്ഥാനം നടത്തുന്നു. ഇത് വേറെ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇതൊരു വാർത്ത എല്ലാത്തുകൊണ്ടോ നടക്കാത്തതുകൊണ്ടോ? പക്ഷേ വേറൊരു വ്യക്തിയെ കുറിച്ചുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും ഒരേ വാർത്ത കൊടുക്കുക, അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഇപ്പൊ ഞാൻ പ്രതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ ഞാൻ പ്രതിയല്ല, അവർ പറഞ്ഞു ശരിയല്ലാന്നൊരു മാധ്യമം വേറെ മാധ്യമം പറയില്ല. അതിനുള്ള അതൊക്കെ എന്താണ്? ഇതൊക്കെ എങ്ങനെയിപ്പോ കാണിക്കുന്നത്? അതായത് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണോ മാധ്യമങ്ങൾ? ഒരൊറ്റ വാർത്ത കൊടുക്കുള്ളൂ. ഇപ്പൊ ഈ പ്രതിക്ക് ജാമ്യം കിട്ടി, അല്ലെങ്കിൽ പ്രതി നിരപരാധിയാണെന്ന് പറയുന്നു, പേടിക്കേണ്ട കാര്യമില്ല. ഇത് പത്രങ്ങളിൽ അച്ചടിച്ചതാണ് കാര്യമാണ് എന്ന് പറയുമ്പോൾ അതേ അല്ലേ? പക്ഷെ ഇങ്ങനത്തെ നിങ്ങളെ മാത്രം ഒരു പരിപാടിയാണ്. ആ വാർത്ത നിങ്ങളിൽ മാത്രം വേറെ ആരെങ്കിലും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഇടയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല. അത് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാലാ പോവുള്ളൂ. ഒത്തൊരുമിച്ച് നിന്നാലാ ഈ വള്ളത്തിന് മുകളിൽ ഒത്തൊരുമിച്ച് നിന്നാലാണ് വെള്ളം പിടിച്ച് കയറ്റാനും മല പിടിച്ച് കയറ്റാനും പറ്റുള്ളൂ. കടലിൽ നിന്ന് തുഴഞ്ഞു പോയ ഞാൻ ഗിരിവളം പറഞ്ഞ നടത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരെ ഒരുപാട് ആളാണെന്ന് കേൾക്കണം. അപ്പോൾ അങ്ങനെ ഒത്തൊരുമിച്ച് പരിചരിക്കുന്ന സമയത്ത് ഒരാൾ ഞാൻ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ മുന്നോട്ട് പോയില്ല സമൂഹം. അതാണ് ഞാൻ പറഞ്ഞത്. ചോദ്യങ്ങളുണ്ടോ?